കേരളത്തിലെ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന ഓരോ ചില്ലിക്കാശും ഭദ്രമായിരിക്കുമെന്നുള്ളതാണ്. ഒരു നിക്ഷേപകനും നിക്ഷേപകർക്കും ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. നിക്ഷേപകർക്കെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാം തങ്ങളുടെ പണം ഭദ്രമായിരിക്കുമെന്ന്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് സംവിധാനമുണ്ടാകും. ആരുടെയും പണം നഷ്ടപ്പെട്ടു പോകില്ല. അപൂർവ ചില പ്രശ്നങ്ങളിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ വരുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. ആ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയുടെ ഇടക്ക് പണം ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഉറപ്പായി കരുതാം, പണം നഷ്ടപ്പെടില്ല. ഒരിടത്തും പണം നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ നിക്ഷേപകർക്കും അവരുടെ പണം ഭദ്രമായി തന്നെ ഉണ്ടാകുമെന്നത് ഉറപ്പിക്കാം. ഇക്കാര്യത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കുന്നുണ്ട്, സഹകരണ മേഖലയും ഒരുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പറയുന്നത് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വരുന്ന ചില ക്രമക്കേടുകളെ കുറിച്ച് പെരുപ്പിച്ച രീതിയിലുള്ള ചിത്രീകരണം, അതിലൊരു വശം ബോധപൂർവമുള്ളതാണ് എന്ന് നമ്മൾ കാണുന്നു. ആ ശ്രമത്തിലൂടെ ഇതിന്റെ ശേഷി കുറക്കലാണ് ഉദ്ദേശിക്കുന്നത്. സഹകരണ മേഖലയെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണത്. അതിന്റെ സാമ്പത്തിക ശേഷി കുറക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കലാണത്. ഈ ഒരു ഉന്നം ഇതിനുണ്ട് എന്നത് ഇത്തരം ചില പ്രചരണങ്ങൾക്ക് ഉണ്ട് എന്നത് നാം തിരിച്ചറിയണം. കേരളത്തിന്റെ സഹകരണ മേഖല വളരെ വൈവിധ്യമാർന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ യശസ് രാജ്യാതിർത്തി കടന്നും ഉയർന്നിരിക്കുന്നൊരു ഘട്ടവുമാണ്. അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് വളരാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പെട്ടെന്നുണ്ടായോ എന്നല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയ പ്രസ്ഥാന കാലത്ത് ഉദയം ചെയ്തതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നല്ല അർപ്പണബോധത്തോടെ നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചൊരു മേഖലയായിരുന്നു സഹകരണ മേഖല. എന്നാൽ നവോത്ഥാന നായകർക്കും കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ പങ്കുണ്ട് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലും ദേശീയ തലത്തിലും ചിലപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പ്രശസ്തമായ സഹകരണ സ്ഥാപനമാണല്ലോ ഊരാളുങ്കൽ സൊസൈറ്റി. ആ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തൊഴിലാളികളുടെ ഒരു സഹകരണ സ്ഥാപനമെന്ന നിലക്ക് രൂപം കൊള്ളാനിടയായത് വാഗ്ബടാനന്ദൻ നേതൃത്വം കൊടുത്തതിൻ്റെ ഫലമായിട്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ പേർ നേതൃത്വം കൊടുത്തും സഹായിച്ചും പ്രവർത്തിച്ച സഹകരണ സ്ഥാപനങ്ങൾ എന്ന നിലക്ക് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് ആ മേഖലയുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും വിശ്വാസം വലിയ തോതിൽ ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ ചെറിയ തോതിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ പടിപടിയായി വളർന്നു വന്നത് ഈ വിശ്വാസ്യതയുടെ ഭാഗമായിട്ടാണ്. മറ്റൊരു പ്രത്യേകത, വലിയ തോതിൽ സഹകരണ മേഖലയിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു തരത്തിലുള്ള അഴിമതിയും തീണ്ടാത്ത ഒന്നായി പരക്കെ സഹകരണ മേഖല അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കാലം കഴിയുന്തോറും സഹകരണ പ്രസ്ഥാനത്തിന് വലിയ വളർച്ചയാണ് ഉണ്ടായത്. കേരളത്തിലെ സഹകരണ മേഖലയുടെ ഏറ്റവും കരുത്തുറ്റ ഒരു ഭാഗമാണ് ക്രെഡിറ്റ് മേഖല. ആ ക്രെഡിറ്റ് മേഖലയിൽ ഇപ്പം നമ്മൾ ബാങ്കുകളെന്നറിയപ്പെടുന്ന ആ സ്ഥാപനങ്ങളിൽ പലതും പഴയ കാലത്ത് ഓഫീസില്ല, സഞ്ചരിക്കുന്ന ആഫീസായിരിക്കും ചിലപ്പോൾ. തുടക്കം ഐക്യനാണയ സംഘമാണല്ലോ. അപ്പോൾ ഒരാളുടെ കയ്യിലുള്ള ബാഗിൽ, ചെറിയ അന്നത്തെ ബാഗ്, ഇന്നത്തെ ബാഗല്ല, ആ ചെറിയൊരു ബാഗിൽ അതിലായിരിക്കും എല്ലാ കടലാസും. അതാണ് ആഫീസ്. അങ്ങനെയൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ഇയാൾ എല്ലാവരെയും അങ്ങോട്ട് പോയി ബന്ധപ്പെടുകയാണ്. ഓഫീസിൽ വന്ന് ബന്ധപ്പെടുകയല്ല, ആളുകളുടെ അടുത്ത് പോയി ഈ ഐക്യനാണയ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ബന്ധപ്പെടുന്ന നിലയായിരുന്നു. മെല്ലെ മാറി സഹകരണ സംഘമായി. അവിടുന്നും പിന്നെയും വളർച്ച. അപ്പോഴേക്ക് നമ്മുടെ കേരളത്തിലെ സാധാരണ ഗ്രാമീണരിലടക്കം ഏറ്റവും കൂടുതൽ ബാങ്കിങ് ഇടപാട് നടത്താനുള്ള സാധാരണഗതിയിലുള്ള പരിചയം സഹകരണ മേഖലയിലൂടെയാണ് നേടാൻ കഴിയുന്നത്.
സംസ്ഥാനത്താകെ നേരത്തെയുള്ള സർവീസ് സഹകരണ സംഘങ്ങളെല്ലാം സാമ്പത്തിക ശേഷി കൂടുതൽ ആർജിക്കുന്നതോടെ സഹകരണ ബാങ്കുകളായി മാറി. മാത്രമല്ല, നല്ല നിലയിൽ നിക്ഷേപം ശേഖരിക്കുന്ന അവസ്ഥയും ഉണ്ടായി. അപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ നിക്ഷേപത്തിൻ്റെ ഒരു കണക്കെടുത്താൽ ഇപ്പോൾ 2.5 ലക്ഷം കോടിയോളം രൂപ ഈ സഹകരണ സ്ഥാപനങ്ങളുടെ നിക്ഷേപമായി കാണാൻ നമുക്ക് സാധിക്കും. സഹകരണ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, ശേഷി വർദ്ധിച്ചു, സാമ്പത്തികമായി ഏറ്റവും കരുത്തുള്ള സ്ഥാപനങ്ങളായി മാറി. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ക്രെഡിറ്റ് മേഖല പ്രവർത്തിച്ചു പോകുന്നത്. പക്ഷേ ചില വാർത്തകൾ, വരുന്ന വിവരങ്ങൾ അത് പൊതുവിൽ സഹകാരികളിൽ വലിയ തോതിൽ പ്രയാസമുളവാക്കുന്ന ഒന്നാണ്. നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ പൊതുവായ ഖ്യാതിക്ക് ചേരാത്ത തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചിലയിടങ്ങളിൽ നടക്കുന്നു. ഇത് നാം ജീവിക്കുന്ന സമൂഹത്തിലുണ്ടാകുന്ന അപജയങ്ങൾക്ക് സഹകാരികൾ ചിലരും ഇരയാകുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ അതികർക്കശമായ പരിശോധനയും ഇടപെടലും അതിൽ വന്ന മാറ്റം ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനമായി മാറുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. നേരത്തെ ഇതുപോലുള്ള സഹകരണ വേദികളിൽ ഏറ്റവും അധികം സഹകാരികൾക്ക് വിമർശിക്കാനുണ്ടായിരുന്നത് സഹകരണ രജിസ്ട്രാറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചായിരുന്നു. സാധാരണ സഹകരണ സ്ഥാപനങ്ങളുടെ രക്ഷകനായി പ്രവർത്തിക്കുന്ന സഹകരണ രജിസ്ട്രാർ സ്ഥാനത്തെ ചിലരെങ്കിലും പഴയ കാലത്ത് സഹകരണ മേഖലയുടെ അന്തകനായി പ്രവർത്തിക്കുന്നുവെന്ന് വിശേഷിപ്പിച്ചത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അത്തരം വിമർശനത്തിന് ഇടയാക്കിയിരുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതികർക്കശമായ ഇടപെടലായിരുന്നു. സഹകരണ മേഖലയുടെ വളർച്ചയ്ക്കും സ്വതന്ത്രമായ പ്രവർത്തനത്തിനും വിഘാതമാകും തരത്തിലുള്ള കടുത്ത നിയന്ത്രണ സംവിധാനങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ ഇളവുകൾ പിന്നീട് വന്നു. അത് സഹകരണ മേഖലയുടെ കുതിച്ചുചാട്ടത്തിന് വലിയ തോതിൽ വഴിവെച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതേസമയം ഈ പറയുന്ന ഇടപെടലിൻ്റെ കാര്യത്തിൽ വലിയ കുറവുകൾ സംഭവിച്ചു. ഇപ്പോൾ അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കിയുള്ള തിരുത്തൽ നടപടികളിലേക്ക് കടക്കുന്നത് നല്ല കാര്യമാണ്. ഓരോ സ്ഥാപനത്തിൻ്റെയും ഓഡിറ്റ് നടത്താൻ ചുമതലപ്പെട്ട വിഭാഗമുണ്ട്. ആ ഓഡിറ്റ് നടത്തേണ്ടയാൾ, ഓഡിറ്റർ, ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഏതുതരം വഴിവിട്ട നീക്കങ്ങളും കാണേണ്ടയാളാണ്. എല്ലാം രേഖപ്പെടുത്തുന്നവയായതുകൊണ്ട് കണ്ണിൽ പെടാതെ പോകില്ല. പക്ഷേ ചിലത് കാണാതെ പോകുന്നു. പിന്നീട് വലിയ തോതിൽ പ്രശ്നമായി വന്നപ്പോൾ അത്തരം ചില സ്ഥലങ്ങളിൽ ഒത്തുകളികൾ ഉണ്ടായി എന്നത് വ്യക്തമാകുന്നു. ഇത് സഹകരണ മേഖലയുടെ അടിത്തറ തോണ്ടുന്ന കാര്യമാണ് എന്നത് നാം തിരിച്ചറിയണം. കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സമാനമായി നമ്മുടെ രാജ്യത്തെവിടെയും സഹകരണ മേഖല ക്രെഡിറ്റ് മേഖലയിലില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ വിശ്വസ്തത നിലനിർത്തി പോകാനാവണം. അഴിമതി തീണ്ടാത്ത മേഖലയായി നിലനിർത്തി പോകണം. ഇന്നത്തെ കാലത്ത് ക്രമക്കേടുകൾ അപൂർവം ചിലയിടങ്ങളിൽ ഉണ്ടായേക്കാം. ആ ചിലയിടങ്ങളിൽ കർക്കശമായി ഇടപെട്ട് അവയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. സഹകരണ മേഖലയിൽ ആകെ കുഴപ്പമാണ് എന്ന് വരുത്താനുള്ള ബോധപൂർവമായ ചില നീക്കങ്ങളുണ്ട്. അത് ശരിയല്ല എന്ന് സഹകാരികളായി എല്ലാവർക്കും അറിയാം. ഏതാനും ചിലത് മാത്രമാണ് ഈ തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിച്ചിട്ടുള്ളത്. സഹകരണ മേഖലയുടെ ആകെ കരുത്ത് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ക്രമക്കേട് കാണിച്ച സഹകരണ സ്ഥാപനങ്ങൾ വളരെ വളരെ നേരിയൊരു ഭാഗം മാത്രമാണ് എന്ന് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ കാര്യം എടുത്താൽ ആ ബാങ്കുകളിൽ പലപ്പോഴും പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. ആ ക്രമക്കേടുകളെന്ന് കണ്ടുകൊണ്ടുള്ള ഇടപെടൽ തന്നെയാണ് ആ മേഖലയിൽ നടത്തിപ്പോകുന്നത്.
അതിൽ റിസർവ് ബാങ്കിൻ്റെ അടക്കമുള്ള എല്ലാ ഏജൻസികളുടെയും നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിൽ കോടി രൂപ എഴുതി തള്ളേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ആ ബാങ്കുകളുടെ വായ്പാ സംവിധാനത്തിൽ കുറവുകൾ വരുന്നുണ്ട്. അതൊരു ഭാഗം. മറ്റു ചില ക്രമക്കേടുകൾ വേറൊരു ഭാഗം. നമ്മുടെ സഹകരണ ക്രെഡിറ്റ് മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരുത്തുറ്റ സാമ്പത്തിക ഇടപാട് നടത്തുന്ന മേഖലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത പേരുദോഷം ചില ആളുകളും അപൂർവം ചില സ്ഥാപനങ്ങളും വരുത്തിയിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ടുള്ള ഇടപെടൽ പൊതുവെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം നാം നല്ലതുപോലെ ശ്രദ്ധിച്ചു പോകേണ്ടതായിട്ടുണ്ട്. 2.5 ലക്ഷം കോടി രൂപ നിക്ഷേപമായി സഹകരണ മേഖലയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ തുകയല്ല. ഇത് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന പ്രത്യേകതയുമാണ്. ഇതനിയും വർദ്ധിക്കും. നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു കാര്യം സർക്കാരിന് വേണ്ടി വ്യക്തമാക്കിയിരുന്നു. അത് കേരളത്തിലെ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന ഓരോ ചില്ലിക്കാശും ഭദ്രമായിരിക്കുമെന്നുള്ളതാണ്. ഒരു നിക്ഷേപകനും നിക്ഷേപകർക്കും ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. നിക്ഷേപകർക്കെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാം തങ്ങളുടെ പണം ഭദ്രമായിരിക്കുമെന്ന്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ക്രമക്കേടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് സംവിധാനമുണ്ടാകും. ആരുടെയും പണം നഷ്ടപ്പെട്ടു പോകില്ല. അപൂർവ ചില പ്രശ്നങ്ങളിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ വരുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. ആ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയുടെ ഇടക്ക് പണം ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഉറപ്പായി കരുതാം, പണം നഷ്ടപ്പെടില്ല. ഒരിടത്തും പണം നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ നിക്ഷേപകർക്കും അവരുടെ പണം ഭദ്രമായി തന്നെ ഉണ്ടാകുമെന്നത് ഉറപ്പിക്കാം. ഇക്കാര്യത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കുന്നുണ്ട്, സഹകരണ മേഖലയും ഒരുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പറയുന്നത് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വരുന്ന ചില ക്രമക്കേടുകളെക്കുറിച്ച് പെരുപ്പിച്ച രീതിയിലുള്ള ചിത്രീകരണം, അതിലൊരു വശം ബോധപൂർവമുള്ളതാണ് എന്ന് നമ്മൾ കാണുന്നു. ആ ശ്രമത്തിലൂടെ ഇതിൻ്റെ ശേഷി കുറക്കലാണ് ഉദ്ദേശിക്കുന്നത്. സഹകരണ മേഖലയെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണത്. അതിൻ്റെ സാമ്പത്തിക ശേഷി കുറക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കലാണത്. ഈ ഒരു ഉന്നം ഇതിനുണ്ട് എന്നത് ഇത്തരം ചില പ്രചരണങ്ങൾക്ക് ഉണ്ട് എന്നത് നാം തിരിച്ചറിയണം. ആർക്കും ഒരു കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകില്ല. സഹകരണ മേഖല, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ എല്ലാം സുതാര്യമായിരിക്കണം, ക്രമക്കേടില്ലാത്തതായിരിക്കണം, അഴിമതി തീണ്ടാത്തതായിരിക്കണം. ഏതെങ്കിലും ക്രമക്കേടോ വഴിവിട്ട നീക്കങ്ങളോ ഉണ്ടാകുന്നുവെങ്കിൽ കർക്കശമായ നടപടിയും വേണം. ആ കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായവും ആർക്കും ഉണ്ടാകില്ല. പക്ഷേ അതാണ് ആകെ സഹകരണ മേഖല എന്ന് ചിത്രീകരിക്കുന്നത് സഹകരണ മേഖലയെ പ്രത്യേകമായി ഉന്നം വെച്ച് സഹകരണ മേഖലയെ തകർക്കാനൊരു നീക്കമാണ്. ആ ദുഷ്ടലാക്ക് ശരിയായി തിരിച്ചറിയാൻ പറ്റണം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ സഹകരണ മേഖലയുടെ ഒരു പ്രത്യേകത, കേരളത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയാഭിപ്രായമുള്ളവരെല്ലാം ഒന്നിച്ചണിനിരക്കുന്ന ഒരു വേദിയാണ് സഹകരണ വേദി. അവിടെ സഹകരണ മേഖലയുടെ പ്രശ്നങ്ങളാണ് നാം എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. ഒരു ഘട്ടത്തിലും കക്ഷി രാഷ്ട്രീയം അതിന് വലിയ തടസ്സമായി വന്നിട്ടില്ല. അതാണ് നാം കാണേണ്ടത്. സഹകരണ മേഖലയ്ക്ക് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഓരോ ഘട്ടത്തിലും കഴിഞ്ഞിട്ടുണ്ട്. ഏത് ഗവൺമെൻറ് നോക്കിയല്ല, സഹകരണ മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ വിലയിരുത്തിക്കൊണ്ടാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരം നിലപാടുകളോടൊപ്പം കേരളത്തിൽ നേരത്തെ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റുകൾ, മാറി മാറി ഗവൺമെൻറ്റുകൾ വരുന്ന സമയത്തും ആ ഗവൺമെൻറ്റുകൾ സഹകരണ മേഖലയുടെ താല്പര്യ സംരക്ഷണത്തിനായി ഒന്നിച്ചു നിന്നിട്ടുണ്ട്. അതും നമ്മുടെ ഒരു പ്രത്യേകത തന്നെയാണ്. എല്ലാം സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇത് നാം മറക്കാൻ പാടില്ല. ഈ ധാരണ നല്ലതുപോലെ സഹകാരികളിൽ ആകെ ഉണ്ടാവണം. ക്രെഡിറ്റ് മേഖല നേരിടുന്ന മറ്റു കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് ആകെ ഞാനിപ്പോൾ കടന്നു പോവുകയല്ല.
സഹകരണ രംഗത്തുള്ള സഹകരണ മേഖലയിലുള്ള ഓരോ രംഗത്തെക്കുറിച്ചും വിശദമായി ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ ഒരുപെടുന്നില്ല. അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, സഹകരണ മന്ത്രിയും വ്യവസായ മന്ത്രിയും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം കുറേ കാര്യങ്ങൾ വിശദമായി തന്നെ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ ക്രെഡിറ്റ് മേഖല മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്, വിവിധ മേഖലയിൽ വ്യാപിച്ചു കിടക്കുകയാണ്. അതിൽ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഉപഭോക്തൃ മേഖല. ഉപഭോക്തൃ മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ, പ്രത്യേകിച്ച് ഉത്സവകാലങ്ങളിൽ വലിയ ഇടപെടലാണ് സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് സഹകരണ മേഖലക്ക് നടത്താൻ കഴിയുന്നത്. ഇതെല്ലാ കാലത്തും ചെയ്യുന്നതാണ്. ഇപ്പോൾ കൺസ്യൂമർ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഉള്ള പ്രവർത്തനം, നാട്ടിലാകെയുള്ള സഹകരണ സംഘങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വിവിധ തരത്തിൽ കാർഷിക രംഗത്തെ അഭിവൃദ്ധിപ്പെടുത്താനടക്കം നടന്ന പ്രവർത്തനങ്ങൾ എല്ലാം നാടിൻ്റെ പുതിയൊരു വളർച്ചയിലേക്ക് നയിക്കാൻ ഉതകുന്നതാണ്. ഇപ്പോൾ കാർഷിക രംഗം ഒരു ഭാഗത്ത് കാർഷികോൽപാദനം വർദ്ധിക്കണം, വേറൊരു ഭാഗത്ത് കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ, തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യണം. കാർഷികോൽപ്പന്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ആ വർദ്ധിത ഉൽപ്പന്നങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ പലതിനെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റണം. ചിലത് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്, അത് കേടുകൂടാതെ സൂക്ഷിക്കാനാകണം. ഈ പറയുന്ന വിളവെടുക്കുന്ന സ്ഥലത്ത് നിന്ന് എവിടെയാണോ സൂക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അവിടത്തേക്ക് എത്തിക്കാനുള്ള വാഹന സൗകര്യം വേണം. ആ വാഹനം ശീതീകരണ സംവിധാനമുള്ളതായിരിക്കണം. സ്റ്റോറേജ് ശീതീകരണ സംവിധാനത്തോടെ ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ സഹകരണ മേഖലയ്ക്ക് ഫലപ്രദമായ പങ്ക് വഹിക്കാൻ കഴിയും. വായ്പ കൊടുക്കൽ മാത്രമല്ല, ഇതുപോലുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള വ്യത്യസ്ത പാർക്കുകൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യവസായ മേഖലയുടെ സഹകരണവും വരുന്നുണ്ട്. അപ്പോൾ കേരളത്തെ ഒരു പുതിയ മാനത്തിലേക്ക് വളർത്താൻ സഹകരണ മേഖലയ്ക്ക് ഇടപെടാൻ കഴിയുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്തരത്തിലുള്ള നാടിൻ്റെ വികസനം കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ വലിയ തോതിൽ ഉണ്ടാകേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ കൃത്യമായി ഇപ്പം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകാൻ സാധിക്കണം. നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ നല്ലതുപോലെ താല്പര്യമെടുക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. സഹകരണ സ്ഥാപനം വളരണം. സഹകരണ സ്ഥാപനത്തിൻ്റെ ഇടപെടലിലൂടെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഗുണം ലഭിക്കണം. അതിലൂടെ നാടിൻ്റെ വികസനവും വളർച്ചയും അതാണ് നടക്കുന്നത് എന്ന ധാരണ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണം. ഒന്നും ചെയ്യേണ്ട എന്നൊരു നിലയിൽ നിൽക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ അതിനുള്ള ഭാവനാപൂർവമായ നടപടികൾ സ്വീകരിച്ചു പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ധാരാളം സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ആതുര സേവന രംഗത്ത് വലിയ തോതിൽ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ആശുപത്രി എല്ലാവരും സമ്മതിക്കും വിധമുള്ള പ്രശംസ പിടിച്ചു പറ്റിയവ. പക്ഷേ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ പൊതുവായ കുറവ് നമ്മൾ കണ്ടുപോകണമല്ലോ. എല്ലായിടങ്ങളിലും ഉണ്ടോ അങ്ങനെ? നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്താൽ നമ്മുടെ ഒരു കിടപ്പ് ഒരു വലിയ പട്ടണത്തിൽ കിടക്കുന്ന പോലെയാണല്ലോ. പക്ഷെ ചിലയിടത്ത് മാത്രമല്ലേ ഈ പറയുന്ന നല്ല ആശുപത്രികൾ സഹകരണ മേഖലയിൽ വന്നിട്ടുള്ളൂ. സഹകരണ മേഖലയ്ക്ക് ശേഷിയില്ലാത്തതുകൊണ്ടാണോ? നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു രംഗമാണെന്നാണ് തോന്നുന്നത്. നല്ല ഫലം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു രംഗമായതുകൊണ്ടാണ് അതൊന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. വളരെ മാതൃകാപരമായി ഇടപെടാനും പ്രവർത്തിക്കാനും സഹകരണ രംഗത്തെ ആശുപത്രികൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മുടെ മാർക്കറ്റിംഗ് രംഗം വലിയ തോതിൽ വളർന്നു വന്നു എന്ന് പൊതുവെ പറയാനാവില്ല. കുറേ കാലമായി തുടരുന്ന ചില വിഷമതകളുണ്ട്. എങ്കിലും ആ രംഗത്തും നേരത്തെ മുതലേ സഹകരണ മേഖലയുണ്ട്. നാം ഒന്നുകൂടി ആ മേഖല ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. വിവിധ തരത്തിലുള്ള സാങ്കേതിക
വൈദഗ്ധ്യം വർദ്ധിച്ചു വരുന്നൊരു കാലമാണിത്. അത്തരം മേഖലകളിലും സഹകരണ മേഖലക്ക് ഇടപെടാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതും ഇന്നത്തെ കാലത്ത് ഒഴിവാക്കി പോകാൻ കഴിയുന്നതല്ല. ഇപ്പോൾ കേരളത്തിലെ സഹകരണ മേഖല എടുത്താൽ വിപുലമായി പ്രവർത്തിക്കുന്നൊരു മേഖലയാണ് വ്യവസായ സഹകരണ മേഖല. ഇവിടെ വ്യവസായ സഹകരണ മേഖലയും ക്ഷീര മേഖലയിലുള്ള സഹകരണ സംഘങ്ങളും അതുപോലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ വ്യത്യസ്ത മേഖലകളായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ വ്യത്യസ്ത മേഖലകൾക്കെല്ലാം ഒരേ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചു പോകാൻ നമുക്ക് കഴിയണം. കാരണം ഏതെങ്കിലും ഒരു മേഖലക്ക് പ്രത്യേകമായ ചില സഹായങ്ങൾ വേറൊരു മേഖലക്ക് ആ സഹായമില്ല എന്ന നില വരാൻ പാടില്ല. ഏതെങ്കിലും സഹായങ്ങൾ ആ രീതിയിൽ കുറവ് വരുന്നുണ്ടോ ഏതെങ്കിലും മേഖലക്ക്, അത് പരിശോധിക്കുന്നൊരു സംവിധാനം വേണം. ആ സംവിധാനം ഇപ്പോൾ നമുക്ക് പൊതുവിലില്ല. വ്യവസായ മേഖലയും ജനറൽ കോപ്പറേറ്റീവ് രംഗവും ഒരേപോലെ ഇടപെടുന്ന ചില സ്ഥാപനങ്ങളുണ്ടാകും. ആ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ടെങ്കിൽ ഒരേ സമീപനം സ്വീകരിച്ചു പോകാൻ കഴിയണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വ്യാവസായിക രംഗത്ത് ഇനിയും നല്ല രീതിയിൽ സഹകരണ മേഖല ശക്തിപ്പെടുത്തി പോകാൻ കഴിയും. നല്ല രീതിയിൽ ഇടപെട്ട് കൂടുതൽ അഭിവൃദ്ധി നേടാൻ നമുക്ക് കഴിയുന്നതാണ്. ഇപ്പോൾ സ്വകാര്യ പാർക്കുകളുടെ കാര്യം, ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ കാര്യം വ്യവസായ വകുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പൊതുവിൽ സഹകരണ മേഖല അതിനോടൊരു താല്പര്യം കാണിച്ചിട്ടുണ്ട്. അത് പറ്റുന്ന സ്ഥലത്തുണ്ടായിക്കോട്ടെ. പക്ഷേ വ്യവസായ സഹകരണ സംഘങ്ങൾ കൂടുതലായി തന്നെ വളർത്തിയെടുക്കുന്നതിന് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അത്തരം സംഘങ്ങൾക്ക് ആവശ്യമായ സഹകരണവും പിന്തുണയും പൊതുവെ നൽകുന്നതിന് സാധിക്കുകയും വേണം. ചില കാര്യങ്ങളിൽ സഹകരണ മേഖല എന്ന നിലക്കുള്ള, സഹകരണ സ്ഥാപനം എന്ന നിലക്കുള്ള പ്രത്യേക ഇളവുകൾ നമ്മൾ നൽകാറുണ്ട്. ആ ഇളവുകൾ ഒരു മേഖലക്കുണ്ട്, മറ്റൊരു മേഖലക്കില്ല എന്ന നില വരാൻ പാടില്ല. ഞാൻ തന്നെ മേഖല ഏത് എന്ന് പറയേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത്. അത് നിങ്ങൾ പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. അത്തരം തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. വ്യവസായ മേഖല, വ്യവസായ സഹകരണ മേഖല നല്ല തോതിൽ അഭിവൃദ്ധിപ്പെട്ടു പോകേണ്ടതായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു സ്ഥാപനമായിരുന്നു ദിനേശ് പിടി രംഗം. പക്ഷേ ഇപ്പോഴും നല്ല നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രൗഢിയിലല്ല എന്നുള്ളത് നമുക്കറിയാം. അത് അവരുടെ കുറവ് കൊണ്ടല്ല, ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കുറവ് വന്നപ്പോൾ സ്വാഭാവികമായി വന്ന മാറ്റമാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ മേഖലകളിലേക്ക് കടക്കാൻ നമുക്ക് അവസരമുണ്ട്. അത് നല്ല രീതിയിൽ കടക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ക്ഷീരമേഖല വളരെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു പോവുകയാണ്. ക്ഷീരോത്പാദന രംഗമെടുത്താൽ തന്നെ ഇനിയൊരു ചെറിയ തള്ളുണ്ടായാൽ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ എത്തുമെന്താണ് അവസ്ഥ. ആ നിലയിലേക്ക് നമ്മൾ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ നല്ലതുപോലെ ഉണ്ടാക്കാനും ആ മേഖലയിൽ കഴിയും. എല്ലാ രംഗത്തും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആധുനിക കാലത്ത് ശ്രദ്ധിക്കേണ്ടതായ ഒട്ടേറെ കാര്യങ്ങളുണ്ടാവും. അതിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലും നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ സഹകരണ മേഖലയിൽ കൂടുതൽ ഊർജ്ജസ്വലത വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നിയമപ്രകാരം തന്നെ 40 വയസ്സിൽ താഴെയുള്ള നിശ്ചിത എണ്ണം ആളുകൾ ഓരോ ബോർഡിലും ഉണ്ടാകണമെന്നടക്കം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലതയും നല്ലതുപോലെ സഹകരണ മേഖലയെ കടന്നു വരുമെന്നാണ് അത് കാണിക്കുന്നത്. കൂടുതൽ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു പോകാൻ നമുക്ക് കഴിയണം. അതിനുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. എല്ലാവരും സഹകരണ മേഖലയോടൊപ്പമുണ്ട്. അത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സഹകരണ മേഖലയുടെ കരുത്ത് കണ്ട് എല്ലാവരും പിന്നാലെ വരുന്നതല്ല. അങ്ങനെയാണ് നാം വന്ന് തുടങ്ങിയത്. നേരത്തെ തുടക്കം മുതലേ ഈ രീതിയിലാണ്. എല്ലാവരും സഹകരണ മേഖലയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ അഭിപ്രായക്കാരും സാധാരണഗതിയിൽ സഹകരണ മേഖലയെ സഹായിക്കുന്ന കൂട്ടത്തിലുണ്ട്. എന്നാൽ സഹകരണ മേഖലയുടെ തകർച്ചക്കടയാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നത് എപ്പോഴും ജാഗ്രതയോടെ നാം നിരീക്ഷിക്കേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എതിർത്തു പോകാൻ നമുക്ക് കഴിയണം. എല്ലാ ഘട്ടത്തിലും നമുക്കത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ
കക്ഷി രാഷ്ട്രീയം ഒരു ഘട്ടത്തിലും തടസ്സമായിട്ടില്ല. ഇതാണ് ഊന്നൽ. കക്ഷി രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അത് കേരളത്തിലും രാജ്യത്തിലും നിലനിന്ന് പോകും. പക്ഷേ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലൊരു നടപടി വരുമ്പോൾ അതിനെതിരെ സഹകരണ മേഖലയുടേതായ ഒരു യോജിപ്പ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ആ യോജിപ്പ് ഇനിയും നല്ല രീതിയിൽ നമുക്ക് തുടരാൻ പറ്റണം. കൂടുതൽ നല്ല നിലവാരത്തിലേക്ക് നമ്മുടെ സഹകരണ മേഖലക്ക് കുതിച്ചുയരാൻ കഴിയണം. അത്തരം ചർച്ചകളായിരിക്കണം നിങ്ങൾ ഈ സഹകരണ വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തേണ്ടത്. ഒരു സംശയവുമില്ല, കേരളത്തിലെ സഹകരണ മേഖലക്ക് ശോഭനമായ ഭാവിയാണുള്ളത്. അതിനുതകുന്ന ചർച്ചകൾ സമ്പന്നമാകട്ടെ ഈ സഹകരണ വാരാഘോഷ പരിപാടികൾ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇത്തവണത്തെ സഹകരണ വാരാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സർ.